അപ്പോൾ നമ്മൾ തൃശ്ശൂരിലേക്ക് പോവാണ്. ആഘോഷം അവിടെ പൊടിക്കുകയാണ്. 15,000-ഓളം ക്രിസ്മസ് പാപ്പാമാരാണ് സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. നഗരത്തെ ചുവപ്പണിയിച്ച് ഒരു ചെങ്കടൽ ഉണ്ടാക്കുകയാണ് പാപ്പമാരെല്ലാവരും ചേർന്ന്. ആഘോഷം ഏതായാലും മുൻപന്തിയിലുണ്ടെന്ന് ഉറച്ചു പറയുകയാണ് നമ്മ തൃശ്ശൂരുകാർ. മഹാസംഗമമാണ്. 5 വയസ്സ് മുതൽ 80 വയസ്സുള്ള ആൾ വരെ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. തൃശ്ശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള 118 ഇടവകളിലെ വിശ്വാസികളാണ് റൗണ്ടിൽ എത്തുന്നത്. റോഷ്നി രാജനും മുബഷിർ അക്ബറും നമുക്കൊപ്പം ചേരുകയാണ്. റോഷ്നി, വെൽക്കം അഗെയിൻ. എന്തായി ഇപ്പോൾ നേരത്തെ മുബഷിർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കൂടെ ഇരിപ്പുണ്ടല്ലോ. ഇതിപ്പോ രണ്ടുപേരും കൂടെ മാസോട് മാസം കൊല്ലമാസമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ എല്ലാവരും തയ്യാറായോ? സുജിയ, തയ്യാറായോ എന്നുള്ള ചോദ്യമില്ല. എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഈ അവസാനവട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടിരിക്കുകയാണ്. ഞാനും മുബഷീർ ഇവിടെ കുറച്ച് പാപ്പാഞ്ഞിമാരുടെ കൂടെ ഇത്തിരി നേരം ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിക്കുകയാണ്. നോക്കിയാൽ കാണാം എല്ലാവരും റെസ്റ്റിലാണല്ലേ. മുബഷീർ, എന്താണ് ഈ പരിപാടി? അതായത് തൃശ്ശൂർ നഗരം ഒരു ചുവപ്പ് നിറത്തിന്റെ കടലായി മാറിയിരിക്കുന്നു സുജയ പാർവതി. അല്പസമയത്തോളം തന്നെ പരിപാടിക്ക് ഔദ്യോഗിക തുടക്കം കുറിക്കും. അവിടെ വെച്ചാണ് ഫ്ലാഗ് ഓഫ് നടക്കാൻ പോകുന്നത്. 15,000 പാപ്പാഞ്ഞിമാരൊന്നല്ല, അതിനപ്പുറത്തുള്ള പാപ്പാഞ്ഞിമാരുണ്ടെന്ന് പറയേണ്ടി വരും. അത്രയധികം ആളുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണിത്. കേരളത്തിന്റെ ക്രിസ്മസ് ആഘോഷം അത് തൃശ്ശൂർ നഗരം ഏറ്റെടുത്തു കഴിഞ്ഞു. കൃത്യം 5 മണി കഴിഞ്ഞ് 5:30 തന്നെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. ഒരു ക്രിസ്മസിന്റെ ആഘോഷങ്ങളുടെ പര്യവസാനവുമാണ്, അതേസമയം പുതുവത്സരാഘോഷങ്ങളുടെ തുടക്കവുമാണ്. തീർച്ചയായും ആവേശമാണ്. തീർച്ചയായും ക്രിസ്മസിന്റെ ആവേശം നമ്മൾ കൊച്ചിയിലൊക്കെ കണ്ടതായിരുന്നു. ക്രിസ്മസിന്റെ ആവേശം, ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഒരു ആവേശം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂരിലല്ലേ? നിങ്ങളൊക്കെ എവിടുന്നാ? വടക്കാഞ്ചേരിയുടെ ആവേശമാണ് സുജയ. വടക്കാഞ്ചേരി ഇത്തവണ കപ്പടിക്കോ? നമ്മുടെ മുന്നിലുള്ള മറ്റൊരു ഇടവകക്കാരുണ്ട്. അവര് പറയും വടക്കാഞ്ചേരിക്കല്ല ഞങ്ങൾക്ക് അടിക്കുന്നു. അങ്ങനെയുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നു. ഇവിടെ വേറൊരു ഇടവക. ഹായ്, ഏത് ഇടവക? തലക്കോട്ടുകര അടിക്കോ വടക്കാഞ്ചേരി അടിക്കോ? എന്താ ഇത്ര ഉറപ്പ്? ഞങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് ഉണ്ടെന്നാ പറയുന്നത്. അല്ല, ഈ ഭാഗം മൊത്തം വടക്കാഞ്ചേരിയാണോ? അല്ല, ഈ ഭാഗത്ത് വേറെ. നിങ്ങളൊക്കെ ഏതാ? വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി അല്ലാത്ത ആരുള്ളത്? ഏറെക്കുറെ എല്ലാവരും വടക്കാഞ്ചേരി തന്നെയാണ് സുജയ പാർവതി. ആവേശം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അല്ലേ? ആദ്യമായിട്ടാണോ ഈ പരിപാടിയിൽ? എങ്ങനെയുണ്ട് മോളെ ആവേശം? അടിപൊളിയായിട്ട് എല്ലാവരും സെറ്റാക്കും. മുബഷിറെ, കൊച്ചിയിൽ കണ്ട ആഘോഷത്തിന്റെ അപ്പുറമല്ലേ ഇത്? അങ്ങോട്ട് നോക്കിയാ ചേരുംകുഴിയുണ്ട്, അവിടെ കൂട്ടാലയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ടീം മൊത്തം വടക്കാഞ്ചേരിയാണെന്ന് തോന്നുന്നു. തൊട്ട് പിന്നിലുള്ളത് മറ്റൊരു ടീം, ചേരുംകുഴി. അവര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോകാമെന്ന് തോന്നുന്നു. ചേരുംകുഴി ഉഷാറാണോ? അതെ അതെ. ചേരുംകുഴി ഇത്തവണ കപ്പടിക്കുമോ? കപ്പടിക്കാൻ എന്താ കൊണ്ടുവന്നിട്ടുള്ളേ? കപ്പടിക്കാനാ ഞങ്ങളെല്ലാവരും ഇല്ലേ? ഓരോരുത്തരും ഓരോ സർപ്രൈസുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ പാട്ട്, നിങ്ങളുടെ ആട്ടം, അതുപോലെ നിങ്ങളുടെ ഡ്രസ്സിങ്, ഇതൊക്കെ നോക്കിയിട്ടല്ലേ മത്സരം, അതിൽ ജഡ്ജ്മെന്റ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾ പറയൂ, എന്തുകൊണ്ട് നിങ്ങൾക്ക് കപ്പ് കിട്ടണം? അത് കണ്ടോ? വീഡിയോയില് കണ്ടോ? ഗഡികൾ കണ്ടോ? ഇതാ അവിടെ മറ്റൊരു ടീം നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സുജയ പാർവതി. ഇതേത് ടീം? ഇതേത് ടീം? ഹോയ് കൊടുത്ത് പാലക്കലിനൊരു ഹോയ്. കുറച്ചുകൂടെ ശക്തരായുള്ള ടീമാണ് തോന്നുന്നല്ലേ? അവരുടെ ഹോയ് വിളിക്ക് കേട്ടിട്ട്. എനർജി വേറെ തന്നെയാണ്. അതായത് ഈ റോഡിൽ നിന്ന് പല ടീമുകളായിട്ട് റോഡിൽ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞിട്ടുണ്ട്. 5 മണിക്ക് 5:30 പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പാപ്പാജിമാർ തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങും. ഏകദേശം 15 പ്ലോട്ടുകളാണല്ലോ ഇത്തവണ. പ്ലോട്ടുകളുണ്ട്, അതിൽ 5 AI വെച്ചിട്ടുള്ള പ്ലോട്ടുകളാണ്. ഇത്തവണത്തെ പ്രത്യേകതയും അതാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുതിയ കാലഘട്ടമാണ്. AI സാങ്കേതിക വിദ്യ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള അതിനൂതനമായിട്ടുള്ള രീതികൾ തന്നെയാണ് ഇത്തവണ ഈ ബോൺനെത്താലെ പരിപാടിയിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഒരു പാപ്പാഞ്ഞി ഉണ്ടെന്നാണ് കേട്ടത്. അതുപോലെ ക്രിസ്മസ് ട്രീ ഉണ്ട്. ഒരു സമ്മാനം കിട്ടുമോ നോക്കാം. തീർച്ചയായും. ഇവരുടെ ഈ ആവേശം അതിനിടയിൽ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല സുജയ പാർവതി. ഈ ബോൺനെത്താല എന്ന് പറയുന്ന പരിപാടി, ബോൺനെത്താലയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ റോഷിക്ക്? മേരി ക്രിസ്മസ് എന്നാണ്. ഞാൻ സെർച്ച് ചെയ്തിരുന്നു. ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഞാൻ സെർച്ച് ചെയ്തത് ലാറ്റിൻ വേർഡാണ്. അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാലക്കൽ ഗ്രൂപ്പിന്റെ ആവേശമാണ്. തൊട്ട് പിന്നിൽ അവിനിശേനി ഗ്രൂപ്പിന്റെ ഒരു ആവേശമുണ്ട്. നമുക്ക് ആ ഗ്രൂപ്പിലോട്ട് പോകാൻ തോന്നുന്നു. എന്താ മോനെ? കപ്പടിക്കുവോ? കപ്പടിക്കുവോ?
അവിണിശ്ശേരി ഗ്രൂപ്പിന്റെ ഭാഗത്തോടുകൂടി പോകാൻ തോന്നുന്നു. അവര് നമ്മളെ വിളിക്കുന്നുണ്ട് റോഷി. ഓരോ ഇടവകക്കാരും ഇങ്ങനെ നമ്മളെ മാടി മാടി വിളിക്കുകയാണ്. എന്തൊരാവേശം, എന്തൊരാവേശം. മുബഷീർ, നമ്മൾക്ക് ആ ചോദ്യം ഇവരോട് കൂടി ഒന്ന് ചോദിക്കാൻ തോന്നണോ? ബോൺ നത്താലെ എന്ന് പറഞ്ഞാൽ എന്താ? പറയാനൊരു അവസരം. ബോൺ നത്താലെ എന്ന് പറഞ്ഞാൽ അറിയോ? ബോൺ നത്താലയുടെ അർത്ഥം എന്താ? ഞങ്ങൾ ചില്ല് ചെയ്യാൻ വന്നതാണ്. അങ്ങനെയല്ലേ? അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ആ ഒരു ആവേശമാണ്. ആവേശത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു അപ്പാപ്പനുണ്ട്. അപ്പാപ്പൻ എവിടുന്നാ? മാടക്കത്ര. ഇത്തവണ എങ്ങനെയുണ്ട് ആവേശം കണ്ടിട്ട്? തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോണല്ലോ. ഇതിന് മുൻപ് തന്നെ വലിയ ആവേശം, വലിയ കളർഫുള്ളാ. അപ്പൊ തുടങ്ങി കഴിഞ്ഞതിനപ്പുറമായിരിക്കും. കുറെ കാലമായിട്ട് ഈ ബോൺ നത്താലയിൽ പങ്കെടുക്കുന്ന ആളല്ലേ? പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്ലോട്ട് നിൽക്കുന്നുണ്ട് പിന്നിലായിട്ട്. ഇതൊരു പ്ലോട്ടാണ് മുബഷീർ. 15ഓളം പറയൂ. മാടക്കത്ര പള്ളിയിൽ ആണല്ലേ? ഇങ്ങനെ കുറെ പ്ലോട്ടുകൾ ഇനി വരൂല്ലേ? വേണ്ടതുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായ പ്ലോട്ട് ഏതായിരിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ? നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ടോ? ഞാൻ കുറച്ച് ആൾക്കാർ എത്തിയിട്ടുണ്ട്. 115 ആള്. എല്ലാ ടീമുകളും അവരെ വേറിട്ട് നിർത്താൻ പാകത്തിൽ അതത് വ്യത്യസ്തമായ അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് ഈ പാപ്പാ പൂരമല്ല, ഒരു പെർഫോമൻസ് നിങ്ങൾ അവിടെ തയ്യാറാക്കിക്കോളൂ. ഞാനപ്പോ നമ്മുടെ മലപ്പുറത്തേക്ക് ഒന്ന് പോവാണ്. അവിടെ പെർഫോമൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മുബഷീർ പി അക്ബറും റോഷ്നി രാജനുമാണ് തൃശ്ശൂരിൽ ക്രിസ്മസ് പാപ്പാമാർക്കൊപ്പം ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ